അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇപ്പോൾ ദേവസ്വം ഫണ്ട് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു എന്നിരിക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഹൈക്കോടതിയോട് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത്. ഇനി ഹൈക്കോടതിയിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് അത്തരത്തിൽ ഫണ്ട് ചെലവഴിച്ചത്. ഈ രണ്ട് കാര്യമാണ് എങ്കിലും അത് ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടോ ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടോ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്തരം ഒരു സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അല്ല, ഒന്ന് നമ്മൾ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഓരോരുത്തരും എങ്ങനെ കെണിയിലാകുന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ബോധ്യമായി. പാവ ശങ്കുട്ടിദാസിൻ്റെ ഒരു വാചകം ഞാൻ കേട്ടല്ലോ, സർപ്ലസ് ഫണ്ട്. ഇന്നലെ മുഴുവൻ മാതൃഭൂമി ന്യൂസും വൈകുന്നേരമായപ്പം മാധുവിൻ്റെ ഈ അന്ത്യചർച്ചയിലുമൊക്കെ എന്തായിരുന്നു സർപ്ലസ് ഫണ്ട് വെച്ചൊരു കളി. കുറേ നേരം സർപ്ലസ് ഫണ്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ഇന്ന് തന്നെ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാധു പിടിക്കാഞ്ഞത് ശങ്കുട്ടിദാസ് അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ വ്യാജങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് തൊണ്ടി സഹിതം പിടിക്കപ്പെടുമ്പോൾ അടുത്ത തവണ പുതുതായിട്ട് വരും. ഇതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം. ഈ മാധ്യമപ്രവർത്തനം നിങ്ങൾ നിർത്തണം. കുറഞ്ഞപക്ഷെ ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത്തരം പണി നിർത്തണം. ഇത് തെറ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്. ഇന്ന് മാതൃഭൂമിയിൽ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ മുമ്പ് തർക്കമുണ്ടായി. അവരെന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, ആ അക്കൗണ്ടിൽ പണമൊന്നും വന്നിട്ടില്ല. എന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്. ഇപ്പം എനിക്കറിയില്ലല്ലോ. ഞാനതുകൊണ്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കോടി രൂപ സ്പോൺസർഷിപ്പായിട്ട് പ്രത്യേക അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ പണം സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആളുകൾ അതിന് പണം തരും. അപ്പോൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉടൻ തന്നെ ബാങ്ക് വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ പൈസ വരാൻ വല്ല തടസ്സമുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ കറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇതാണ് സത്യാന്വേഷണം. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ്? ഈ 2 ചേട്ടന്മാരൂടെ പറഞ്ഞു അയ്യപ്പ സംഘം പരാജയമാണ്. എങ്ങനെ പരാജയപ്പെടും? ശബരിമല പരാജയപ്പെടുമോ? ഇവർ വത്സൻ തില്ലങ്കേരി അവിടെ തിരിഞ്ഞു നിന്ന് തല തിരിഞ്ഞു നിന്ന് 18-ാം പടിയെ തിരിഞ്ഞു നിന്നിട്ട് ആ കേസ് പിൻവലിച്ചില്ലെന്ന് അഖില് പറയണത്. ആ കേസ് പിൻവലിച്ചില്ലെന്ന് അഖില് പറയണത്. ഏത് ഭക്തന്റെ തല തേങ്ങ അടച്ചു, ആ തേങ്ങ ഉടച്ച കേസ് പിൻവലിച്ചില്ലെന്നാ പോലീസ് സ്റ്റേഷന്റെ ബോംബർ നെടുമങ്ങാട് ആ കേസ് പിൻവലിച്ചില്ല. കോൺഗ്രസ്സുകാർ ബിജെപിയുടെ പേരുള്ള കേസ് പിൻവലിച്ചില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടെന്ന് ഇതങ്ങ് പിടി. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഊരാളുങ്കൽ ആരുടെയാണെന്നറിയാമല്ലോ. ആരുടെ ഊരാളുങ്കൽ? വാഗ്ബടാനന്ദൻ്റെ. കേട്ടിട്ടുണ്ടോ വാഗ്ബടാനന്ദനെ? ആരാ ദേശീയപാത പണിയുന്നത്? കാസർഗോഡ് പണി തീർന്നല്ലോ 99%. ടെൻഡർ എടുത്ത് നടത്തിയാരാ? ഊരാളുങ്കൽ. അവർക്കെന്താ കുഴപ്പം? ഇനി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ തന്നെ ഏത് പണിയും കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. ഊരാളുങ്കലിന് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉത്തരവിറക്കിയത്. എന്താ ഉത്തരവ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാതൃകാപരമായ സൊസൈറ്റിയാണ്, അവർക്ക് പ്രൊജക്റ്റ് കൊടുക്കാം. ആ ഉത്തരവ് ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാണ്. കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാ. നിങ്ങൾ കല്ല് തപ്പ് കണക്കുണ്ടല്ലോ, അതിൻ്റെ കല്ല് ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ്. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? ഇതിന് 8.5 കോടി രൂപ അടുത്ത നുണ നിർമ്മിച്ചിരിക്കുന്നു. മാതൃഭൂമിയെ കടത്തി വെട്ടിയ അഖില്. അതാണ് മാതൃഭൂമി ഇന്നലെ എന്നെ സർപ്ലസ് ഫണ്ടിലാണ് കളിച്ചത്. മാധുവിനെ തന്നെ വിറ്റ കാശുമായിട്ടാണ് JS അഖിലിരിക്കുന്നത്. 8.5 കോടി രൂപ ഏതിന് ചിലവായി? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവിടെ വരുന്ന ഗസ്റ്റ്, അതിൽ കുറേ ആളുകൾ സ്വമേധയാ വന്നവരാ. ചില ആളുകളെ സർക്കാർ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നവരാ. അവന് ആവശ്യമുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോട്ടൽ വാടകയും ബില്ലും ഒക്കെ അക്കൗണ്ടഡാണ്. ഒരു സംഘം ഒരു സർക്കാർ നടത്തിക്കഴിഞ്ഞ ഉടനെ അതിൻ്റെ അറ്റവും മുറി പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കേരളത്തെ തകർക്കാൻ, അയ്യപ്പനെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ ഇങ്ങനെ കുറേ ചർച്ചയായിട്ട് ഇറങ്ങിത്തിരിക്കാവും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഒന്നാമതായി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട CR രാധാകൃഷ്ണൻ സാറിനോട് ചോദിക്കുക, സാറേ ഏതെങ്കിലും ഒരു രേഖ അവിടെ നശിപ്പിക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ ഈ പിന്നെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ വഴിപോക്കരാ, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവരല്ലേ? നിങ്ങളത് കണ്ടിട്ടില്ലേ? അവിടെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നവരാണ്. ഒരു SP അവിടെ ചുമതലയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കീഴിലാണ് ഈ അന്വേഷണം. പിന്നെ ഹൈക്കോടതിയെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് അങ്ങ് അത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു പോവുക തന്നെ വേണം. ഒന്ന്,
സർപ്ലസ് ഫണ്ട് എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഉപയോഗിച്ചു. ഞാനും അങ്ങ് നേരത്തെ പറഞ്ഞ മാധുവിന്റെ അന്തിച്ചർച്ചയിൽ ആ വാക്ക് ഉപയോഗിച്ചു. എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. ദേവസ്വം കമ്മീഷണറാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഫണ്ട് സർപ്ലസ് ഫണ്ടാണ് എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ സുതാര്യമായി നടക്കുകയോ ഈ ഫണ്ട് ചിലവഴിക്കുകയോ ചെയ്യുന്നത്, ഇപ്പൊ ഇങ്ങനൊരു ഫണ്ട് ചെലവഴിക്കാൻ ഇപ്പം ഏതു ഹെഡിലാണെങ്കിലും 41 ഹെഡിലോ മറ്റോ ദേവസ്വം ബോർഡിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫണ്ട് ചെലവഴിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞതാരാണ്? ദേവസ്വം ബോർഡാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. എന്നിട്ട് ആ ഫണ്ട് ചെലവഴിച്ചു. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? ഫണ്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഫണ്ട് ചെലവഴിച്ചു. ഫണ്ട് ചെലവഴിക്കാനുള്ള ഉത്തരവിറക്കിയത് ദേവസ്വം കമ്മീഷണറാണ്. ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനം നടത്തിയല്ല ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇതറിഞ്ഞത്. അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. സ്വാഭാവികമായും നിങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വത്തോടെ സുതാര്യമായി പറയേണ്ട കാര്യം പറയാതിരുന്നത് കൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവായതുകൊണ്ട് അത് സർപ്ലസ് ഫണ്ടാണ് എന്ന് പറഞ്ഞു. ഇനി ശരി, സർപ്ലസ് ഫണ്ട് എന്ന് ഉപയോഗിച്ചത് മഹാപരാധം, ശരി. ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചല്ലോ. ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നല്ലോ. ഈ പറയുന്ന 3 കോടി ട്രാൻസ്ഫർ ചെയ്ത ഇടത്തു നിന്നാണ് അവിടെയുള്ള ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകൾക്ക് ബില്ല് അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചോ സർ? 5 കോടി രൂപ ഈ പറയുന്ന ഹെഡിൽ, ദേവസ്വം റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ 5 കോടി രൂപ മുൻകൂറായി അനുവദിച്ചല്ലോ. അങ്ങനെ അനുവദിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നോ? അങ്ങനെ ഇനി അഥവാ അനുവദിച്ചുവെങ്കിൽ കോടതി നിർദ്ദേശം വന്നപ്പോൾ ആ ഫണ്ട് ചെലവഴിക്കാനോ ആ ഫണ്ട് മുൻകൂറായി കൊടുക്കാനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നോ കോടതിയുടെ നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയുന്നുള്ളത്, ഞാൻ എന്നെ വിറ്റ കാശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങേക്ക് പറയാം. അല്ല, ഞാൻ ഈ വിറ്റകാശ് എന്ന് പറയുന്നത് ഉടനെ അത് ഏതെങ്കിലും തരത്തിൽ തെറ്റായി ധരിക്കണ്ട. നമ്മുടെ ഒരു നാട്ടുവർത്താനം പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാധുവിന് സങ്കടമില്ലല്ലോ. മാധുവിനെ പോലെ ഒരാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു, നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ്. 8.5 കോടി രൂപ നിങ്ങളുടെ ചാനലിലൂടെ ഒരാൾ തട്ടിവിടുകയാണ്. മാധുവിനെ അദ്ദേഹം വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. വിറ്റിട്ടില്ലാത്ത കൊണ്ട് മാധു ചോദിക്കണമായിരുന്നു, എവിടെ നിന്ന് കിട്ടി 8.5 കോടി രൂപ? ഇന്നലെ സർപ്ലസ് ഫണ്ട്, ഇന്ന് അഖിലിന്റെ 8.5 കോടി. സ്വാഭാവികമായി ചോദിക്കേണ്ടതാണ്. പക്ഷേ ഈ ഉത്തരവിൽ MOU 8,22,42,147 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? MOU 8 കോടി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? ഇതൊന്ന് കേൾക്കൂ. ഇത് പറയട്ടെ സാർ. ഒന്നാമത്തെ കാര്യം ദയവായി മനസ്സിലാക്കണം. നിങ്ങളൊരു പദ്ധതി വരുമ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് വരും. 8.5 കോടിയൊന്നും കണക്കായിട്ടില്ല, ചെലവായിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം ബോർഡുണ്ട്. അവരൊന്ന് പ്രവർത്തിക്കട്ടെ. ഒരു അയ്യപ്പ സംഗമം വന്ന ഉടനെ സുപ്രീം കോടതി വരെ ഹർജിയായിട്ട് പോയി. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്ത് ചെലവഴിക്കാനല്ല. ഇത് തയ്യാറായിട്ട് സ്പോൺസർമാർ വരും, ഞങ്ങൾ അവരെ ഉപയോഗപ്പെടുത്തിക്കോളാം. അതിനായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി. അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുള്ളവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തോളും. ഇനി അത് മുടക്കാനാണ്, പണമെല്ലാം വന്നു കഴിഞ്ഞു ഇനി ആരും കൈസെടുത്ത് എന്ന് മുടക്കാനാണ് വാർത്ത കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ആ അക്കൗണ്ടിലേക്ക് 2 കോടിയേ വന്നിട്ടുള്ളൂ. 8 കോടി 22 ലക്ഷം എന്ന് പറയുന്നത് ആ MOU പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ജയസഖ്യ പറഞ്ഞപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത്. ഇനി അത്രയധികം ചെലവഴിച്ചിട്ടില്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നു, അങ്ങ് പറയുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ കേരളീയമൊക്കെ നടത്തിക്കേണ്ടതല്ലേ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? അതുപോലെ തന്നെ ഈ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ. 45 ദിവസത്തെ ഒരു അവധിയാണ് കോടതി നൽകിയിരിക്കുന്നത്. അതിനകം പറയും എന്നുള്ളതാണ് പറയുന്നത്. 8 കോടി ചെലവഴിച്ചില്ല. സ്പോൺസർമാരിൽ നിന്ന് ഇപ്പോഴും 2 കോടിയെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കോടി അനുവദിച്ചതിൽ ഇനിയും ഈ പറയുന്ന 45 ദിവസത്തിനുള്ളിൽ സ്പോൺസർമാരിൽ നിന്ന് പണം സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ദേവസ്വത്തിന് ഉള്ളത് എങ്കിൽ അങ്ങനെയും നടക്കട്ടെ. പക്ഷേ ദേവസ്വം ചെയ്തത് ഫണ്ട് ചെലവഴിക്കില്ല എന്നുള്ളതാണ്. സ്പോൺസർമാരിൽ നിന്ന് കിട്ടുമെന്നാണ് വിശ്വാസം എന്നല്ല, സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ഇത് സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾ മുൻകൂറായി പണം കൊടുക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടിയാണ് ഈ വ്യവഹാരം, ഈ പറയുന്ന നിയമപ്രക്രിയ നേരിട്ട് കേട്ട മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാർക്കടക്കം ബോധ്യമുള്ളതും മാധ്യമങ്ങളിൽ വന്നതുമായ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ.